ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സേരിയ ഓൺലൈൻ. ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു അല്ലേ? 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആൻസേഴ്സ് നോക്കാം. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? കഥ എഴുതാം. ചിത്രം നോക്കാം, കഥ എഴുതാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഇന്റഗ്രേഷൻ ഡേ 1-ൽ എന്തായിരുന്നു? ആരൊക്കെയാ തോട്ടത്തിൽ പോയത്? ആരൊക്കെയാ? നിഹാര അല്ലേ? നിഹാരയുണ്ട്, നിഹാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ പാർക്കിൽ നിന്ന് വരുന്ന വഴിക്ക് മുത്തശ്ശി ഒരു ചിത്ര ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിത്ര ബുക്കിൽ ദാ ഇതുപോലൊരു ചിത്രം ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നു, പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും ദാ കുടക്കീഴിൽ ഇരിക്കുന്നു. ഇങ്ങനൊരു ചിത്രം. ഈ ചിത്രം കണ്ടപ്പോൾ നിഹാരയ്ക്ക് ഒരു കഥ എഴുതാൻ തോന്നി. അപ്പോൾ എന്ത് കഥയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? കഥയ്ക്ക് ഒരു പേരും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? ഓരോ കുട്ടികൾ ഓരോ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ ഒരു കഥ പറയട്ടെ. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തോളൂ. ഓക്കെ. ഒരു ദിവസം നല്ല മഴ പെയ്യുകയായിരുന്നു. പട്ടിക്കുട്ടി കയ്യിൽ ഒരു കുടയുമായി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ നനഞ്ഞു വിറച്ചു നിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ പട്ടിക്കുട്ടി കണ്ടു. പാവം, പൂച്ചക്കുട്ടിക്ക് കുടയില്ലായിരുന്നു. പട്ടിക്കുട്ടി വേഗം ഓടിച്ചെന്ന് തൻ്റെ കുട പൂച്ചക്കുട്ടിക്കും കൂടി പിടിച്ചു കൊടുത്തു. രണ്ടുപേരും ഒരേ കുടയിൽ ഒതുങ്ങി നിന്നു. മഴ നനയാതെ അവർ സുരക്ഷിതരായി. പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും നല്ല കൂട്ടുകാരായി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ പാവം പൂച്ചക്കുട്ടിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരെന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ പേര് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ഒരു പോയിന്റ് കിട്ടത്തുള്ളൂ, ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു മാർക്ക് നിങ്ങൾ തലക്കെട്ട് പേര് കൊടുക്കുന്നതിനായിരുന്നു. ഒരു മാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയാൽ, നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഓരോ വാക്കുകൾ ഇടവിട്ട് എഴുതിയാൽ, നല്ലതുപോലെ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഈ കഥ എഴുതിയാൽ 3 മാർക്ക് കിട്ടും. എല്ലാവരും എഴുതിയില്ലേ? യെസ്. 2ാമത്തെ പ്രവർത്തനം വീട് കെട്ടാം ടിയാ ടിയാ. പഠിച്ചത് ഓർമ്മയുണ്ടോ? അതെ, വീട് നിർമ്മാണ ഘട്ടങ്ങൾ ക്രമത്തിലാക്കാം, എഴുതാം. ഇവിടെ എന്തൊക്കെയാണുള്ളത്? 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതേതാണ്? ക്രമത്തിൽ എഴുതേണ്ടേ? ഇതെന്താണ്? തറ ഒരുക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നേ? ചുമര് കെട്ടുന്നു. ഇവിടെയോ? മേൽക്കൂര കെട്ടുന്നു. അപ്പോൾ അതുപോലെ എഴുതുക. തറ കെട്ടണം, ചുവരുകൾ കെട്ടണം, മേൽക്കൂര കെട്ടണം. ഇനി ഏതെങ്കിലും 2 തരം വീടുകളുടെ പേര് എഴുതൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം. ഓലമേഞ്ഞ വീട്, കോൺക്രീറ്റ് വീട്, ഫ്ലാറ്റ്, ഇഗ്ലൂ, ഹൗസ് ബോട്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഏറുമാടം, ഇതൊക്കെ പഠിച്ചില്ലേ? ഓടിട്ട വീട്, ടെറസ്, ഷീറ്റിട്ട വീട്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ.
പ്രവർത്തനം 8 എത്ര കാലുകൾ? 6 കാലുള്ളവ. ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? 6 കാലുള്ളവ. ഇതിൽ 6 കാൽ ആർക്കൊക്കെയാണെന്ന് അറിയാവോ? പാറ്റ, വണ്ട്, കൊതുക്, ഉറുമ്പ്. ആർക്കൊക്കെയാ? പാറ്റ, വണ്ട്, കൊതുക്, ഉറുമ്പ്. ഇവർക്കായിരുന്നു എത്ര കാല്? 6 കാല്. ഇനി ഒത്തിരി കാലുകളുള്ള ഒരു ജീവിയുടെ പേര് എഴുതുക. അട്ട എഴുതാം, പഴുതാര എഴുതാം. ഓക്കെ. ഇനി 9 പട്ടണ കാഴ്ചകൾ. ധാരാളം ആളുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, പലതരം കടകൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, വഴിയരികിൽ നിറയെ കച്ചവടക്കാർ, ചുക് ചുക് ശബ്ദത്തോടെ കുതിച്ചു പായുന്ന തീവണ്ടി. എന്തൊരു തിക്കും തിരക്കും. ഉത്തരം എഴുതാം. വാഹനങ്ങൾ എങ്ങനെയാ പോകുന്നേ? ചീറിപ്പാഞ്ഞു പോകുന്നു, ചീറിപ്പാഞ്ഞു പോകുന്നു. തീവണ്ടിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വരി ഏതാ? ചുക് ചുക് ശബ്ദത്തോടെ, ചുക് ചുക് ശബ്ദത്തോടെ. ഇനി മൂന്നാമത്തെ ചോദ്യം, വലിയ വലിയ കെട്ടിടങ്ങൾ. ചിത്രം വരയ്ക്കും. ഫ്ലാറ്റ് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ. അതുപോലെ വലിയ കെട്ടിടങ്ങൾ വരയ്ക്കാനായിരുന്നു, ചിത്രം വരയ്ക്കാനായിരുന്നു മൂന്നാമത്തേത്. നാലാമത്തേത് ഞാനാര്. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. ഏതാ? ഉത്തരം അറിയാം നിങ്ങൾക്ക്. തീവണ്ടി. തീവണ്ടിയായിരുന്നു ഉത്തരം. അടുത്ത ചോദ്യം, പ്രവർത്തനം 10 നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾക്ക് ശരി കൊടുക്കുക, തെറ്റായ ശീലങ്ങൾക്ക് തെറ്റ് കൊടുക്കുക. ഓക്കെ. പല്ല് തേക്കുന്നു. നല്ല ടീച്ചർ പഠിപ്പിച്ചു. പല്ല് തേക്കുന്നത് നല്ല ശീലമല്ലേ? അതെ. മൊബൈൽ നോക്കി ഫുഡ് കഴിക്കുന്നത് നല്ല ശീലമാണോ? അല്ല. കുളിക്കുന്നത് നല്ലതാണോ? അതെ. നഖം വെട്ടുന്നതോ? നല്ല ശീലം. കൈ കഴുകുന്നതോ? നല്ല ശീലം. നഖം കടിക്കുന്നതോ? തെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു 10ാമത്തെ പ്രവർത്തനം. അപ്പൊ എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? എഴുതിയോ? എഴുതി. എക്സാം വളരെ എളുപ്പമായിരുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമിന്റെ ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.